ജസ്റ്റ് ഇതിൻ്റെ നമ്മുടെ സൈൻ കോസ് ടാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു. അതിൻ്റെ വാല്യൂസ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാനുള്ളൊരു കുറച്ച് സിമ്പിൾ ട്രിക്ക്, പല ട്രിക്കുകളുണ്ട്. അപ്പോൾ നമ്മൾ എത്ര പെട്ടെന്ന് ഓർത്തിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ സാധനം. അപ്പോൾ സൈൻ നമ്മൾ ഇതേപോലെ ടേബിൾ എഴുതിയതിന് ശേഷം നമുക്ക് ഓർത്തിരിക്കുക 0, 30, 45, 60, 90 ആ ഒരു പോകുന്ന ആംഗിൾ ഓർത്ത് വയ്ക്കുക. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ആംഗിളുകളിൽ മാത്രമല്ല, ഏത് വാല്യൂവിലും നമുക്ക് ഈ സൈനും കോസിനും ടാനും എല്ലാത്തിനും ഉത്തരമുണ്ട്. കാൽക്കുലേറ്റർ ഉപയോഗിച്ചാൽ നമുക്ക് ഉത്തരമുണ്ട്. പക്ഷേ നമ്മുടെ 10ാം ക്ലാസ് ലെവലിൽ നമുക്ക് കൂടുതലും ഈ പറഞ്ഞ വാല്യൂസാണ് ആവശ്യം വരുന്നത്. നമുക്ക് എഞ്ചിനീയറിങ് കാൽക്കുലേഷൻസിലൊക്കെ ഇതിനപ്പുറം ഒക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്ററൊക്കെ ഉപയോഗിക്കാൻ പറ്റാറുണ്ട്. ഒരു 11ാം ക്ലാസ് 12 ആകുമ്പോൾ കുറച്ചും കൂടി ഹയർ ലെവൽ സാധനങ്ങൾ വരും. അപ്പോൾ അതിൻ്റെ ഐഡിയ പറഞ്ഞുതരാം. 0, 30, 45, 60, 90 അതാദ്യം ഒന്ന് എഴുതി വയ്ക്കുക കറക്റ്റായിട്ട്. ഇനി സൈൻ 0 ആണെന്ന് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് 0 കഴിഞ്ഞ് അര വന്നു, ഹാഫ് എന്ന് പറഞ്ഞ് എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹാഫിൻ്റെ ആ 2ൽ റൂട്ട് കയറി വരുന്നു. അത് കഴിഞ്ഞിട്ട് 0, 1, 2, 3 അങ്ങനെ നമ്മൾ ഓർത്ത് വയ്ക്കുക. മൂന്നാമത്തെ 1, 2, 3 മൂന്നാമത്തെ ഇതിൽ വരുന്നു. അതിലപ്പോൾ ഒരു 3 കയറി വരുന്ന കേസ് ഓർത്ത് വയ്ക്കുക. എന്നിട്ട് ആ താഴെ ഉണ്ടായിരുന്ന നമ്മുടെ 45 ഡിഗ്രിയിൽ ഈ റൂട്ട് ഉണ്ടായിരുന്നതും അതിൻ്റെ തലയിലേക്ക് കയറിപ്പോയി എന്നങ്ങ് മനസ്സിലാക്കി വയ്ക്കുക. ഏറ്റവും അറ്റത്ത് 1, അതായത് 0 തുടങ്ങി 1 തീരുന്നു. അപ്പോൾ സൈൻ 0 0 സൈൻ 90 1 ആണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അതിനിടയിൽ അര വരുന്നു, 1/√2 വരുന്നു, പിന്നെ √3/2 വരുന്നു. അപ്പോൾ ഒരെണ്ണം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു സാധനം കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോസിൻ്റെ ഭയങ്കര എളുപ്പമായിരിക്കും. കാരണം കോസ് വേറൊന്നുമില്ല, ഈ സാധനം നമ്മൾ തിരിച്ചെഴുതുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്തത്. അതായത് നമ്മുടെ ഇവിടുത്തെ 90ൻ്റെ 1 കൊണ്ട് ഇവിടെ ഇട്ടു, ഇവിടുത്തെ √3/2 ഇവിടെ കൊണ്ട് ഇട്ടു, നമ്മുടെ 1/2 1/√2 ആയി, പിന്നെ ഈ 1/2 ഇങ്ങോട്ട് കൊണ്ട് ഇട്ടു, 0 ഈ അറ്റത്തേക്കും കൊണ്ട് ഇട്ടു. നേരെ തിരിച്ച് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ കോസിൻ്റെ ആൻസറും നമുക്ക് ഒറ്റയടിക്ക് തന്നെ പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഒരു സ്റ്റൈലിൽ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. പെട്ടെന്ന് അറിയാതെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ എക്സാം തുടങ്ങുമ്പോഴത്തേക്കും നമ്മളൊരു ടേബിൾ ഇതേപോലെ വരച്ച് വെച്ചിട്ട് നമുക്ക് അപ്പോൾ തന്നെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടയ്ക്ക് ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ച് ഇത് നോക്കാൻ പറ്റും. അപ്പോൾ ആ ഡൗട്ട് അങ്ങ് തീരും. ഇനി നമുക്ക് ടാൻ്റെ പഠിക്കാൻ ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും കിട്ടിയ ടാൻ എളുപ്പമാണ്. കാരണം സൈൻ തീറ്റ ബൈ അല്ലെങ്കിൽ സൈൻ എ ബൈ കോസ് എ ആണ് ടാൻ എ എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ ഈ രണ്ട് വാല്യൂസിനും ഡിവൈഡ് ചെയ്താൽ മതി. 0/1 എത്ര? 0 ആണല്ലോ. അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്, ടാൻ 0 0. അതേപോലെ 1/2 നമ്മുടെ ടാൻ 30 കണ്ടുപിടിക്കാൻ 1/2 ഡിവൈഡ് √3/2 ചെയ്താൽ മതി. അതപ്പോൾ 2 2 ക്യാൻസലായി 1/√3 എന്ന് വരും. ഇവിടെ സൈൻ 45 കോസ് 45 ഒരേ വാല്യൂ ആണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടും 1 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. അതേപോലെ സൈൻ 60 എന്ന് പറയുമ്പോഴത്തേക്കും √3/2 1/2 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 2 ക്യാൻസലായി √3 ബാക്കി കിട്ടും. അപ്പോൾ ആ ഒരു ടേബിൾ നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലായേ. ഇനി ഇതിൽ പറയാത്ത കുറച്ച് കാര്യങ്ങൾ ആണ് പറയുന്നത്. നമുക്ക് സൈനും കോസ് ടാൻ പോലെ തന്നെ ഈ സൈനിൻ്റെ തല തിരിച്ചിട്ടാൽ അതിൻ്റെ 1/സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാധനത്തിനാണ് കൊസീക് എ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അതുപോലെ കോസിനെ തല തിരിച്ചാൽ 1/കോസ് എ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീക്ക് കിട്ടും. അതുപോലെ ടാൻ 1/ടാൻ എ ചെയ്ത് കഴിഞ്ഞാൽ കോട്ടെ കിട്ടും. അതായത് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കുക, സൈനിൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്ക്, കോസിൻ്റെ റെസിപ്രോക്കൽ സീക്കും, ടാൻ്റെ റെസിപ്രോക്കൽ കോട്ട് ആണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒറ്റ ടേബിള് ഫസ്റ്റ് 3 കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ബാക്കി എഴുതാൻ എളുപ്പമാണ്. നമുക്ക് ടാൻ എന്ന് പറഞ്ഞാൽ 0 ആണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ സൈൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണെന്ന് കണ്ടു. അപ്പോൾ നമുക്ക് കൊസീക് 0 എന്ന് പറയുമ്പോൾ 1/0 എന്ന് പറയും. 1/0 എന്താ? നമുക്ക് ഡിഫൈൻഡ് അല്ല, ഇൻഫിനിറ്റി ആണ്. അതേപോലെ തന്നെ ഇപ്പോൾ കോസ് എ എന്ന് കോസ് 0 1 നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ 1/1 എന്തായിരിക്കും? 1 തന്നെ ആയിരിക്കും. അപ്പോൾ സീക്ക് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താലും 1 തന്നെ ആയിരിക്കും. അതേപോലെ ടാൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 0 എന്ന് കാണാം ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തുകൊണ്ട് 1/0 ചെയ്തെന്ന് കിട്ടും, നമുക്ക് നോട്ട് ഡിഫൈൻഡ് കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ എളുപ്പമുള്ള വേറെ ഒന്നും പറയാം. നമുക്ക് സൈൻ 30യുടെ പാർട്ട് നോക്കാം. സൈൻ എ എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ കൊസീക്ക് എ എന്താ? 2. അതായത് അതിൻ്റെ റെസിപ്രോക്കൽ 1/2ൻ്റെ റെസിപ്രോക്കൽ എന്താ? 2. അതേപോലെ കോസ് 30 ഇവിടെ √3/2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് സീക്ക് 30 എന്ന് പറഞ്ഞാൽ എന്താ? 2/√3 തിരിച്ചിട്ടു, അത്രേ ഉള്ളൂ. അതേപോലെ ടാൻ
30 എന്ന് പറഞ്ഞാൽ 1/√3 ആണ്. അപ്പോൾ അതിൻ്റെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്നിട്ടും √3 കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ ഫസ്റ്റ് ഒറ്റ ലൈൻ നിങ്ങളുടെ കൃത്യമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ബാക്കിയെല്ലാം എഴുതിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് എക്സാമിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഇതങ്ങ് എഴുതുക. നമ്മുടെ ഒരു കൂളിംഗ് ടൈമൊക്കെ കഴിഞ്ഞ് നമുക്ക് ഒരു ഗ്യാപ്പൊക്കെ കിട്ടുവാണെങ്കിൽ ഫസ്റ്റ് അതങ്ങ് എഴുതി വയ്ക്കുക. കാരണം എന്തായാലും ട്രിഗണോമെട്രി എന്നുള്ള ക്വസ്റ്റ്യനുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഒരു സാധനം അങ്ങ് ഫസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ച് എഴുതുമ്പോൾ തെറ്റാതെ സൂക്ഷിക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ക്ലൂവിൽ ഓർത്ത് വയ്ക്കുക. ഞാനിപ്പോൾ സൈൻ 31/2 31/2 എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് ഞാൻ ഓർത്ത് വെച്ചിരുന്നത്. അത് ഓരോരുത്തരുടെ സ്റ്റൈലാണ്. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഓർത്ത് വയ്ക്കാം. ഒരു ക്ലൂ വേണം അതിൻ്റെ അകത്ത്. മെയിൻ സാധനങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ tan 0 ആണെന്ന്, ഈ 0 ഇൻഫിനിറ്റി ഒക്കെ ആവണ സാധനം എസ്പെഷ്യലി നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ഞാനിതൊരു ഇതിൽ സംഭവം കാണിക്കുന്നുണ്ട്. പിള്ളേർക്ക് വേണ്ടിയാണ്, നമ്മുടെ ക്ലബിലുള്ള പിള്ളേർക്ക് വേണ്ടി യൂട്യൂബിൽ വീഡിയോ ഇടാം. യൂട്യൂബിലിട്ട ആൾക്കാർ വ്യൂ ചെയ്താൽ പൈസ കിട്ടും. അവർ കാണുന്നുണ്ട്, അവരുടെ സ്കൂളിലൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റാണ്, എല്ലാം പ്ലേലിസ്റ്റാണ്. സംഭവം 22 സബ്സ്ക്രൈബറുകളുണ്ട്. ഇത് മൗത്ത് പബ്ലിസിറ്റി ഏറ്റവും ബെസ്റ്റ്. അത് വേണം, അത് ഞാൻ ചെയ്യാം, അത് ചെയ്യാം. ഇനി ജസ്റ്റ് ഈ ഒരു സംഭവം നമ്മുടെ വർക്ക് ഔട്ടിൽ കാണിച്ചേക്കുന്നത് എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. സിമ്പിളാണ്. നമ്മളിപ്പോൾ വാല്യൂസ് പഠിച്ചല്ലോ, ആ വാല്യൂസ് എങ്ങനെ വന്നതെന്നുള്ളൊരു കഥയാണ് ഇവരെൻ്റെ അടുത്ത് പറയുന്നത്. അതായത് നമ്മുടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാണിച്ചിട്ടുണ്ട് ABC എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ ഒരു ആംഗിൾ 45 ഡിഗ്രി, ആംഗിൾ A എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിൽ സെയിം BC = AB എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. BCയും ABയും ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് Y എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിളാന്ന് കൂടി നോക്കണം. ഒന്ന് റൈറ്റ് ട്രയാങ്കിളാണ്, അതായത് ആ ആംഗിൾ ABC എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. അപ്പോൾ എന്നിട്ട് ആംഗിൾ A 45 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ടോട്ടൽ ആംഗിൾ 180 വരണമല്ലോ. അപ്പോൾ ടോട്ടൽ മറ്റേ നമ്മുടെ ആംഗിൾ Cയും 45 ഡിഗ്രി വരും. അങ്ങനെ അതൊരു ഈക്വലാറ്ററൽ അല്ലെങ്കിൽ ഐസോസലസ് ട്രയാങ്കിളായി. അങ്ങനെ നമുക്ക് രണ്ട് സൈഡ് സെയിം വരുന്ന ഒരു സംഭവം അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതാണ് BC = AB എന്ന് പറഞ്ഞൊരു ആൻസർ വരാൻ കാരണം അതാണ് അതിൻ്റെ അകത്ത്. ഇനി നമ്മുടെ പൈത്തഗോറസ് തിയറം പ്രകാരം നമ്മുടെ ABയും BCയും സെയിം ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ A ആണെന്ന് പറഞ്ഞു. അതിൻ്റെ A എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു പേര് വിളിക്കുകയാണ്. നമ്മളൊരു ജനറൽ ആയിട്ടൊരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടി അതിനെ ലെറ്റ് ഇറ്റ് ബി X അല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ബി A എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ പൈത്തഗോറസ് തിയറം പ്രകാരം AC² = AB² + BC². അതിൽ നിന്ന് നമ്മൾ AC-യുടെ വാല്യൂ √2 × A എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി. AC-യുടെ വാല്യൂ, ഈ AC എന്ന് പറഞ്ഞ സൈഡിൻ്റെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ നമ്മുടെ സൈനും കോസും ടാനും കണ്ടുപിടിക്കുകയാണ് ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത് കേട്ടോ. സൈൻ എന്ന് പറഞ്ഞാൽ sin 45, അതായത് sin A ആണ് ഉദ്ദേശിക്കുന്നത്. sin 45 എന്താ, BC / AB ആണ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ പഠിച്ചു, BC / AC, ഓപ്പോസിറ്റ് സൈഡ് / ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്താണ്, BC ആണ്, അതിൻ്റെ വാല്യൂ A ആണ്. AC-യുടെ വാല്യൂ A√2 എന്നാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ 1/√2 വരുന്നത്. മനസ്സിലായോ? cos 45 അതേപോലെ ചെയ്യുന്ന കാണാം, അതും 1/√2 വരും. tan 45 ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിവൈഡ്, ഇപ്പോൾ മനസ്സിലായല്ലോ. sin 45 / cos 45 ചെയ്താൽ tan 45 കിട്ടും. അത് 1 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ sec 45ഉം sec 45ഉം cot 45 ഇതേപോലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് തന്നെയാണ് നമ്മുടെ 30 ഡിഗ്രി 60 ഡിഗ്രിക്കൊക്കെ ഉപയോഗിച്ചേക്കുന്നത്. അത് നിങ്ങൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് വായിച്ച് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലായ. മെയിനായിട്ട് ഈ വാല്യൂ പഠിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രധാന സാധനം.
അതുകൂടാതെ ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ വരാം. ഇപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അതിൽ ആംഗിൾ ബി 90 ഡിഗ്രി ആണെന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ടാൻ എ 1 ആണ്, അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു സൈൻ എ ഇൻറ്റു കോസ് എ എന്നൊക്കെ പറഞ്ഞ് അത് 1 ആണോ എന്ന് കിട്ടുക. അതായത് ബേസിക്കലി വേറെ ഒന്നുമല്ല, നമുക്ക് ഒരു ക്ലൂ അങ്ങ് തരും, ബാക്കി നമ്മൾ അതിൻ്റെ സൈഡുകൾ സൈഡ് അതിൻ്റെ ഒരു ഇതൊക്കെ കണ്ടുപിടിക്കണം, എന്നിട്ട് ഈ റേഷ്യോസ് കണ്ടുപിടിക്കണം. എന്നിട്ട് അതായത് ഇതിൻ്റെ അകത്ത് ടാൻ എ എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഓൾറെഡി വാല്യൂ പഠിച്ചുകൊണ്ട് എ എന്താണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ടാൻ എ എന്താണ് 1 എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് നമുക്ക് ബാക്കിയുള്ള ആംഗിൾ, ഇപ്പോൾ ടാൻ 1 വരുന്ന ഏതിനാണ്, നമുക്ക് ഏതിലൊക്കെയാണ് വരുന്നതെന്ന് ജസ്റ്റ് നോക്കാം. ടാൻ എ 1 വരുന്ന ഏതാണ്, അതായത് നമ്മുടെ ഇവൻ്റെ ഇതിലാണ് 45-ലാണ് 1 വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടിയ ഒറ്റയടിക്കയിലും മനസ്സിലാക്കാം ആംഗിൾ എ 45 ഡിഗ്രി ആണെന്നുള്ള ഒരു ഐഡിയ അതിൻ്റെ ഒറ്റയടിക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ടാൻ എ 45 ഡിഗ്രി ആകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് എന്ത് പറ്റും, നമ്മുടെ ആംഗിൾ സിയും 45 ഡിഗ്രി ആയി. നമുക്ക് പടപടന്ന് കണ്ടോ, ഓരോന്നോരോ ഒരു സാധനം മനസ്സിലാക്കിയാൽ നമുക്ക് ബാക്കിലേക്ക് ചിന്തിച്ച് പോവാം. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, 2 ഇൻറ്റു സൈൻ എ ഇൻറ്റു കോസ് എ എന്താണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആംഗിൾ എ നമുക്കിപ്പോൾ 45 ഡിഗ്രിയാണ് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഈ സൈൻ 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചു, കോസ് 45 എന്താണെന്ന് പഠിച്ചു, അത് വെച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് അങ്ങനെ പ്രൂവ് ചെയ്താലും മതി. ഇതിപ്പോൾ അവർ കുറച്ച് വളഞ്ഞ വഴിയിൽ കാണിച്ചിട്ടുണ്ട്, നമ്മൾ ടാൻ എ എന്താണെന്ന് കണ്ടുപിടിക്കാതെ ഇങ്ങനെ കെ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. അൾട്ടിമേറ്റ്ലി അവർ ചെയ്ത കാര്യം ഇത് തന്നെയാണ്. അപ്പോൾ അതാണ്, നമുക്ക് ആ വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ ഇങ്ങനത്തെ പ്രോബ്ലം പുഷ്പം പോലെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി ഇതുകൂടാതെ ചിലപ്പോൾ ഇത്ര സെൻറ്റിമീറ്ററാണ്, ഇപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ അകത്ത് ട്രയാങ്കിൾ ഒ പി ക്യു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാന്ന് പറഞ്ഞു, അതിൻ്റെ അകത്ത് ഒ പി എന്ന് പറഞ്ഞാൽ 7 സെൻറ്റിമീറ്ററാന്ന് പറഞ്ഞു. പിന്നെ ഒരു നമുക്ക് ഒ ക്യു മൈനസ് ഒ പി എന്ന് പറഞ്ഞാൽ 1 ആണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ബാക്കി സംഭവങ്ങൾ കണ്ടുപിടിക്കാനൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലെന്താ ചെയ്തേക്കണത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. പൈത്തഗോറസ് സിദ്ധാന്തം തന്നെ ആദ്യം ഉപയോഗിക്കുന്നത് ഒ ക്യു സ്ക്വയർ. ഒ ക്യു എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസാണ്, സ്ക്വയർ ഈക്വൽ ടു ഒ പി സ്ക്വയർ പ്ലസ് പി ക്യു സ്ക്വയർ ആണ്. പിന്നെ ഇതിൻ്റെ ആ ഒരു ഒ ക്യു മൈനസ് പി ക്യു ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഒ ക്യു അതായത് ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു 1 പ്ലസ് പി ക്യു എന്ന് പറഞ്ഞ് എഴുതി. അതാണ് ഇതിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കണ കാണുന്നത്. അതാണ് വൈ എന്ന് അവർ ചോദിച്ചേക്കുന്നത്. ആ ഒ ക്യു ഈക്വൽ ടു ഈ നമ്മുടെ ഇതിൽ നിന്നാണ് എഴുതിയേക്കണേ പി ക്യു പ്ലസ് 1 എന്ന് പറഞ്ഞ് എഴുതിയിട്ട് എന്നിട്ട് അത് സോൾവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. സോൾവ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് പി ക്യുവിൻ്റെ വാല്യൂ നമുക്ക് പി ക്യു എന്ന് മാത്രമായി വരും ഇതിൻ്റെ അകത്ത്. അതാണ് നമ്മൾ ആ റേഷ്യോ തന്ന സ്ഥിതിക്ക് പി ക്യു മാത്രമാക്കി എടുത്തിട്ട് നമുക്ക് അതിൽ നിന്ന് സോൾവ് ചെയ്തെടുക്കാവുന്നതുള്ളൂ. സോൾവ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും അത് നിങ്ങൾ ചെയ്ത് തന്നെ നോക്കിയാലാണ് നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. അങ്ങനെയാണ് പി ക്യു ഇതിൻ്റെ അകത്ത് 24 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ പി ക്യു മറ്റേ അത് ഡിഫറൻസ് തന്നിട്ടുണ്ട്, ഒ ക്യു മൈനസ് പി ക്യു 1 ആണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ഒ ക്യു 25, അതായത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് 1 സെൻറ്റിമീറ്റർ വരണം. അപ്പോൾ പി ക്യു 24 കിട്ടി. അപ്പോൾ മറ്റേ 25 ആയിരിക്കുമല്ലോ, എങ്കിലല്ലേ 25 മൈനസ് 24 1 പറഞ്ഞ് കിട്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ നമ്മൾ സൈൻ ക്യു കോസ് ക്യു എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആ ഒരു സിദ്ധാന്തം വെച്ച് നമ്മൾ ചെയ്യുന്നു. വളരെ സിമ്പിളാണ്. ഈ ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ പോലെ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനുകൾ തിരിച്ചും മറിച്ചും ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വാല്യൂ പഠിക്കുക. വാല്യൂ പഠിച്ചതിന് ശേഷം ഇപ്പോൾ ഞാൻ നേരത്തെ ഇപ്പോൾ കാണിച്ചത് മറ്റേ സെൻറ്റിമീറ്ററിൻ്റെ ക്വസ്റ്റ്യനിൽ വാല്യൂ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിൽ ഓൾറെഡി ഇങ്ങനെ പല ആംഗിള് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ചെയ്യേണ്ട സാധനങ്ങൾ ഇപ്പോൾ തന്നത്. അപ്പോൾ അത് ഈ നേരത്തെ പറഞ്ഞ പോലെ പൈത്തഗോറസ് തിയറം പിന്നെ നമ്മുടെ സൈനിൻ്റെ കോസിൻ്റെയൊക്കെ ഡെഫിനേഷൻ വെച്ച് ചെയ്യുക. അല്ലാണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ വാല്യൂ വെച്ചും കളിക്കാം. അതിൻ്റെ ആംഗിൾ മനസ്സിലാക്കിയിട്ട് ആ വാല്യൂ വെച്ച് കളിച്ചാലും നമുക്ക് ഈ ആൻസറുകളിലേക്ക് എത്താം. മാത്സിൻ്റെ ഒരു ഫ്രീഡം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യനുകളിൽ എയും ബീനെ വരെ തീറ്റയൊക്കെ ഉപയോഗിക്കുന്ന കാണാം. തീറ്റ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീക്ക് ലെറ്ററാണ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ കഥ ഇത് തന്നെയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ക്വസ്റ്റ്യൻ 7 കോഡ്സ് തീറ്റ 7/8 എന്ന് തന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചിട്ട് തീറ്റ മാർക്ക് ചെയ്തതിന് ശേഷം കോട്ട് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ അഡ്ജസ്റ്റൻ്റ് ബൈ ഓപ്പോസിറ്റ് ആണ്. കോട്ട് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റൻ്റ് ബൈ ഓപ്പോസിറ്റ്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റൻ്റ് ആംഗിളും ഓപ്പോസിറ്റും ഇത് ട്രയാങ്കിളിൽ വരയ്ക്കാം. നിങ്ങൾ ഫിഗർ വരച്ചിട്ട് വേണം ചെയ്യാൻ. ആ ഒരു കാര്യം കൂടി എൻ്റെ ശ്രദ്ധിക്കുക. ഫിഗർ വരച്ച് ചെയ്ത് എന്നിട്ട് അതിൽ നിന്ന് സൈനും കോസും എഴുതിയെടുത്തതിന് ശേഷം സിമ്പിളായിട്ട് ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി.
വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നുള്ളൂ.